മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണ നമ്മുടെ ഗോപാലനോടും സുനന്ദയോടും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഗോപാലൻ പറയുന്നു, മോളെ സമ്മതിക്ക്, അവരതിന് വേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരാമെന്നല്ലേ പറഞ്ഞത്. മോളുടെ അമ്മയുടെ കാര്യമല്ലേ നമുക്കിപ്പോൾ വലുത്, ഇതെല്ലാം ദൈവം അനുഗ്രഹിച്ച് തന്നെയായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ അവർ പറയുകയാണ്. ആദ്യം കൃഷ്ണയ്ക്ക് ഒന്നും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെയും ഗോപാലനും സുനന്ദയും പറയുകയാണ്, മോളുടെ അമ്മയുടെ കാര്യം ആലോചിക്കാൻ പറയുന്നു. അങ്ങനെ കൃഷ്ണ അമ്മയുടെ പല സാഹചര്യങ്ങളും ഓർക്കുകയാണ്, ഇങ്ങനെ വീഴുന്നതും ആശുപത്രി കൊണ്ടുപോയപ്പോൾ പെട്ടെന്ന് സർജറി ചെയ്യണം എന്ന് പറഞ്ഞതൊക്കെ. അപ്പോൾ സുനന്ദ പറയും, മോളെ ഞാൻ സിതാര മേഡത്തെ വിളിച്ചു തരാം, മോള് ഉറപ്പ് വിളിച്ച് പറയാൻ പറയും. അങ്ങനെ നമ്മുടെ കൃഷ്ണ സുനന്ദയുടെ ഫോണിൽ നിന്ന് സിതാരയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, മേഡം ഞാൻ ഓക്കെ ആണെന്ന് പറയുകയാണ്. അപ്പോൾ സിതാരത്തേക്ക് ഭയങ്കര സന്തോഷമാകുന്നു. അപ്പോൾ പറയുന്നു, എന്നാൽ പിന്നെ പൈസ ഇപ്പം തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. പിന്നെ ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ പോലെ എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നീ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ അറിയിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ സിതാര സിമിയോട് പറയുന്നു, നമുക്ക് പെട്ടെന്ന് തന്നെ ഗാഥയുടെ അടുത്തേക്ക് എത്തണം, അതുപോലെ നീ പണമെല്ലാം കൃഷ്ണയുടെ അവരുടെ അക്കൗണ്ട് വാങ്ങിയിട്ട് അതിലേക്ക് ഇടാൻ പറയും. അപ്പോൾ സിമി പറയും, നമുക്ക് പോകുന്ന വഴിക്ക് അതെല്ലാം ചെയ്യാമെന്ന് പറയും. അങ്ങനെ നമ്മുടെ ഗാഥയുടെ അടുത്തേക്ക് നമ്മുടെ സിതാരയും സിമി എത്തുകയാണ്. എന്നിട്ട് ഈ കാര്യങ്ങൾ അറിയിക്കുന്നു, ഇങ്ങനെ നവീൻ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കട്ടെ, അപ്പോൾ ആ ശാപം തീരുമ്പോൾ മോളെ കെട്ടിക്കാം എന്നുള്ള രീതിയിൽ പറയണം. അപ്പം നമ്മുടെ ഗാഥ പറയും, അതിങ്ങനെ നടക്കും, അതൊന്നും നവീൻ ആക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് പറയും. അതിനെന്താ, നിന്നെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ ഞാനൊന്ന് പറഞ്ഞില്ലേ, ഞാനൊന്ന് വണ്ടി ഓടിച്ച് പോയപ്പോൾ നിന്നെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ കാണുന്നു. അപ്പം ഗാഥ പറയും, എന്നെ പോലെയോ? അതേന്ന് പറയും. അങ്ങനെ ആരും കാണത്തില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്നൊക്കെ ഗാഥ പറയും. അവസാനം ഗാഥ പറയും, ഓക്കെ ഞാൻ സമ്മതിക്കാം, പക്ഷേ ഞാൻ ആ പെൺകുട്ടിയെ ആദ്യം ഒന്ന് കാണട്ടെ എന്ന് പറയും. അപ്പോൾ സിതാര പറയും, ഓക്കെ നീ കണ്ടോളൂ, കണ്ടിട്ടെല്ലാം തീരുമാനിക്കാമെന്ന് പറയും. അങ്ങനെ ഡോക്ടർ വന്ന് നമ്മുടെ ഗാഥയെ ഡിസ്ചാർജൊക്കെ ആക്കുകയാണ്. ഇതേ സമയത്ത് നവീൻ്റെ വീട്ടിലാണെങ്കിലും പ്രശ്നങ്ങളാണ്. ഈ നവീൻ്റെ മുത്തശ്ശിക്കും നവീൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ഈ കല്യാണം വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ സംസാരം. കാരണം പൂജാരി അനുസരിച്ച്. അപ്പോൾ നമ്മുടെ നിർമ്മല അതിൻ്റെ ഇടയിൽ കയറി പറയും, എത്രയോ കല്യാണങ്ങൾ കല്യാണ സമയത്ത് മുടങ്ങി പോകുന്നു, അതുപോലെയൊക്കെയുള്ള കരുതിയാൽ മതി. അപ്പോൾ നവീൻ അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നൊന്നുമില്ല, നവീൻ ആക്സെപ്റ്റ് ചെയ്യത്തുമില്ല. പക്ഷേ നവീൻ്റെ അമ്മ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുമെന്നും മുത്തശ്ശിയോട് നവീൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരതൊക്കെ സംസാരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കൃഷ്ണയുടെ വീട്ടിലാണ് നാഗത്തറയിൽ ഒരു നാഗം പ്രത്യക്ഷപ്പെടുക. അപ്പോൾ നമ്മുടെ തങ്കം പറയും, കണ്ടോ എന്തോ അനുഗ്രഹം വരുന്നുണ്ട്, അത് എനിക്കല്ല പക്ഷേ എൻ്റെ മോൾക്കായിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ ആ സമയത്താണ് കൃഷ്ണ സന്തോഷത്തോടു കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ കൃഷ്ണ ഓടി വന്നിട്ട് പറയും, അമ്മേ പൈസയൊക്കെ റെഡിയായി എന്നുള്ള കാര്യം പറയും. അങ്ങനെ സന്തോഷം. അപ്പം അമ്മ പറയും, മോളെ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമുക്ക് ഓരോ അനുഗ്രഹങ്ങൾ വരുമ്പോൾ നാഗത്തറയിൽ സർപ്പം വരുന്നു, അതുപോലെ വന്നു, അന്നേരം ഞാൻ ഇവളോട് പറഞ്ഞതാണ് എന്തോ അനുഗ്രഹം വരുന്നുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ പൈസയെല്ലാം റെഡിയായി, ഇനി സർജറിക്ക് പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഗാഥയും കൂടെ സമ്മതിക്കണം. ഇതൊക്കെയാണ് എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.